guys, welcome back to my channel. ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സാറ് കണ്ടാൽ മനസ്സിലാവും. ആൻഡ് എവിടെ പോകുന്നെന്ന് ഉദ്ദേശിച്ച അടിപൊളി സ്ഥലത്താണ് തിരുപ്പതി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലേസ് ആണ്. അപ്പം അവിടെ പോവാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. എല്ലാം വീഡിയോ എടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തിൽ ഞാനിപ്പോൾ എൻ്റെ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പോകുന്ന വഴി ഓരോന്നും കാണിച്ചു തരാം. എന്താണ് എനിക്ക് നല്ല സമയമായി. ബസ് ഇപ്പം ഉച്ചയ്ക്ക് 3 മണിക്കാണ് എടുക്കുന്നത്. അതിന് മുമ്പേ ഞാൻ റെഡി ആവണം. ഇപ്പൊ തന്നെ 2:30 കഴിഞ്ഞു. അതിന് മുമ്പേ ഞാൻ റെഡി ആയിട്ട് സെറ്റ് ചെയ്ത് നിൽക്കാം. ബാഗുണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് വെക്കുവാണ് ബാഗിലോട്ട്. ഈ ട്രിപ്പിൽ എൻ്റെ അമ്മയുണ്ട്, ഞാനുണ്ട്, പിന്നെ അമ്മയ്ക്ക് അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരെല്ലാവരും കൂടെ വരുന്നതാണ്. നമ്മൾ ഒരുമിച്ചാണ് ഈ ട്രിപ്പിൽ പോകുന്നത്. തവണ ആഗ്രഹിച്ചിരുന്ന് പോകാൻ പറ്റാത്തവർക്കുണ്ട്. പക്ഷെ ഞാൻ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. ആദ്യം ഒരു കുഞ്ഞിലെയാണ് ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ എന്തോ ആണ് ഞാൻ തിരുപ്പതിയിൽ പോയിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ എന്താ പോകുന്നു. യെസ്, റെഡി ആയിട്ട് പോട്ടെ. സമയമായി. ബാക്കി നമുക്ക് അവിടെ വെച്ച് സത്യം പറയാമല്ലോ, ഞാൻ വിചാരിച്ച ലേറ്റ് ആവുമെന്ന്. വന്ന് നോക്കിയപ്പോഴത്തേക്ക് ബസ് പോലും വന്നില്ല. പിന്നെ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബസ് വന്നു. പിന്നെ ബസ് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. കുറേ ദിവസം ശേഷമാണ് നമ്മുടെ സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയത്. അത് നമ്മളും യാത്ര ചെയ്യുന്നതിൻ്റെ ആ സമയമായപ്പോഴത്തേക്കുമാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ മഴയൊക്കെ ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് നല്ലതുപോലെ ഇരുന്നപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം നമ്മുടെ വണ്ടി ഒരു ഹോട്ടലിൻ്റെ മുമ്പേ നിർത്തി. അത് നോൺ വെജ് ആൻഡ് വെജ് ഹോട്ടലായിരുന്നു. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുന്ന രീതിയിലായതുകൊണ്ട് നമ്മൾ വെജാണ് കഴിച്ചത്. പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയാണ് ഞാനും അച്ചും കൂടെ വാങ്ങിച്ച് കഴിച്ചത്. എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് ദോശയോ എന്താ പറയുക ഇഡ്ഡലിയോ പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാവരും വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട് ഫുഡ്? ട്രാവൽ ചെയ്ത് ഇപ്പോൾ തിരുനെൽവേലി വരെ എത്തി. ആൻഡ് തിരുനെൽവേലി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് എടുത്ത് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി ട്രാവൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ട്രാവൽ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മുഷിയും. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും തിരുപ്പതി എത്തില്ല, കുറച്ച് ടൈം എടുക്കും തിരുപ്പതി എത്താൻ. അപ്പം ഇവിടുന്ന് നൈറ്റുള്ള ഡിന്നറൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒരു SMK എന്ന് പറയുന്നൊരു ഹോട്ടലിലായിരുന്നു ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി ത്രൂ ആയിട്ട് തിരുപ്പതിയിലോട്ട് പോവാം. എൻ്റെ ത്രില്ലാണ്. എനിക്കറിയത്തില്ല, ഇനി നൈറ്റ് ഇനി ഒന്നുമില്ല, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നാളെ രാവിലെ എണീക്കുക, ഫ്രഷ് ആവാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തും. അവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരുപ്പതിയിലോട്ട് എത്തുന്നത്. അപ്പം അത്രയും ടൈമുണ്ട്. സോ അപ്പോൾ ഞാൻ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വണ്ടിയിൽ കയറാനുള്ള തയ്യാറെടുപ്പ് ഇതാ നിൽക്കുവാണ്. അപ്പോൾ വണ്ടി കയറിയപ്പോൾ ഒരു അടിപൊളി മൂവിയൊക്കെ ഇട്ട് തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ കഷ്ടപ്പെട്ട് ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കണം. എൻ്റെ ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിക്കുമായിരുന്നു, പക്ഷെ പറ്റിയില്ല. എൻ്റെ കണ്ണ് കണ്ടാൽ അറിയാം എനിക്ക് ഉറങ്ങാനും കൂടെ പറ്റിയില്ലെന്ന്. ഹായ് ഗൈസ്, അപ്പോൾ ദാ ഇവിടെ സേലത്തെത്തി. സേലം ഓൺ വൈബിലാണ്. നമ്മള് രാവിലെ ദാ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മള് ബ്രഷൊക്കെ ചെയ്തിട്ട് ദാ ഇവിടെ നിൽക്കുവാണ്. എന്ത് അടിപൊളി സ്ഥലമാണോ അറിയോ? പിന്നെ ഫുൾ മല. എങ്ങനെയുണ്ട് അച്ചു? എങ്ങനെയുണ്ട് ഇതുവരെയുള്ള യാത്ര? മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. പിന്നെ രാത്രിയില്ലേ വന്നു. അടിപൊളി സ്ഥലമല്ലേ? ഫുൾ മല, അടിപൊളി ഗ്രാമപ്രദേശം.
നേരെ റൂമിലൊക്കെ പോയിട്ട് വേണം ഇച്ചിരിയെങ്കിലും ഉറങ്ങാൻ, അല്ലേ അച്ചു? തന്നെ അച്ചു അധികം ഒന്നും റിപ്ലൈ ചെയ്യത്തില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഫുൾ ആക്ഷനാണ് അച്ചുവിന്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത നേരെ എവിടെ പോവാം? ഫുഡ് അടിക്കാൻ പോവാം. അവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കാണാം. കണ്ടറിയാം, ഫുൾ ടയേർഡായിട്ടിരിക്കുകയാണ്. ഭയങ്കര വെയിൽ കേട്ടെ, കണ്ണ് തുറക്കാൻ കൂടെ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ 4ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. ആൻഡ് അടിപൊളിയാണ് ഇവിടെ, നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ അത്രയും മലയാണ്, ഞാൻ കാണിച്ചിരുന്നില്ലേ ആ വ്യൂ ഒക്കെ, ഞാനത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി സംഭവം, ഗംഭീരമായി കൊണ്ടിരിക്കുന്നു ഓരോ വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. സോ അത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. നമ്മൾ ഹോട്ടലിൽ വന്നു, റൂമിൽ കയറി നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടാണ് ഇനി അടുത്ത പരിപാടികളൊക്കെ ഉള്ളത്. അപ്പം നല്ല ഡാർക്ക് സർക്കിൾസ് വന്നു, ഉറങ്ങാത്തേണ്ടതാണ്. ഞാൻ നേരിച്ചൊന്നും ഉറങ്ങിയില്ല. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് അപ്പം അടുത്ത വ്ളോഗിൽ കാണാം.